റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇത്തവണ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ എന്തിനാണ് അമേരിക്കയ്ക്ക് ഇത്രയ്ക്കും ആവലാതി? ഇതിനു മുൻപും അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. എപ്പോഴെല്ലാമാണ്? 2000, 2014, 2018, 2021 എന്നീ വർഷങ്ങളിലാണ് അദ്ദേഹം സന്ദർശിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അന്നൊന്നുമില്ലാത്ത ഒരു അങ്കലാപ്പ് എന്തിനായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. മാത്രമല്ല, ഇത്തവണ റഷ്യൻ പ്രസിഡന്റ് വന്നു പോയതിനു ശേഷം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുക, മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥനായിട്ടുള്ള മൈക്കിൾ റൂബിൻ, അദ്ദേഹം വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചിരിക്കുകയാണ്. എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട്. അതായത് പുടിൻ വീണ്ടും ഇന്ത്യയിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വിമർശനമൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. റഷ്യയും ഇന്ത്യയും തമ്മിൽ അടുക്കുകയാണ്. മാത്രമല്ല, പുടിൻ ഇവിടെ വന്ന് നിന്ന് പറഞ്ഞു, ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ ഇനിയും ഇന്ധനം നൽകും. മറ്റൊന്ന്, ആണവ ഇന്ധനം കൂടം കൊടുത്ത് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു വാർത്ത കൂടി വന്നിരുന്നു. നമ്മൾ പറയുകയും ചെയ്തതാണ്, രണ്ടാമത്തെ ആണവ പ്ലാന്റ് റഷ്യ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പേ ചർച്ചകളൊക്കെ വന്നിരുന്നതാണ്. എന്നാൽ പല നിയമ തടസ്സങ്ങൾ കാരണം ആ ചർച്ചയൊന്നും പുരോഗമിച്ചില്ല. പക്ഷേ ഇക്കുറി വരുമ്പോൾ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള അനുമതിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ വളരെ വിശദമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈക്കിൾ റൂബിൻ എന്ന് പറയുന്ന മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിമർശനമാണ്. നമുക്കറിയാം, ട്രംപിനെ പ്രതിരോധിച്ചുകൊണ്ട് പീറ്റർ നവാരോ ഉൾപ്പെടെയുള്ള ചില ഉദ്യോഗസ്ഥരൊക്കെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുമൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും കൂടുതലും വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. നൊബേൽ പ്രൈസ് ജേതാക്കളായവർ പോലും ഇന്നത്തെ അമേരിക്കയുടെ അവസ്ഥയിൽ പരിതപിച്ചുകൊണ്ട് അവിടം വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുകയാണ്, അവരുടെ ഗവേഷണങ്ങൾക്കൊന്നും ഫണ്ട് ലഭിക്കുന്നില്ല എന്നത് തന്നെയായിരുന്നു കാരണം. അതെല്ലാം കൂട്ടി ചേർത്ത് ഇതിനോടനുബന്ധിച്ച് വായിക്കണം. ഇത്രത്തോളം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിവ് കെട്ടവനാകുന്നുണ്ടോ? അങ്ങനെ കഴിവ് കെട്ടവനാകുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ മാത്രമല്ല, തുർക്കിയും കൂടി ചേർന്നിട്ടാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ മൈക്കിൾ റൂബിൻ എന്ന് പറയുന്ന മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം ശരിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ വിശദമായി തന്നെ ഒന്ന് ആലോചിച്ചു നോക്കണം. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്ക ഏറ്റവും അടുത്ത് നിൽക്കേണ്ട ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. മറിച്ച് അമേരിക്ക പോകുന്നത് പാകിസ്ഥാനോടാണ്, പാകിസ്ഥാന്റെ അടുത്തേക്കാണ് പോകുന്നത്. കുത്തിത്തിരിപ്പ് തന്നെയാണ് മുഖ്യം ബിഗിലെ എന്ന് പറയുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ. അപ്പം പാകിസ്ഥാനുമായി ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ചില ഭൂപ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്ന അപൂർവ ലോഹങ്ങളൊക്കെയും ഇവർക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം. മറ്റൊന്ന് എന്ന് പറയുന്നത്, എന്നും പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം. എന്തായാലും അദ്ദേഹം പറയുകയാണ്, ഇത്രത്തോളം ട്രംപ് കഴിവ് കെട്ടവനാകാനായിട്ടുള്ള പ്രധാന കാരണം പാകിസ്ഥാന്റെ മുഖസ്തുതിയാണ്. അവർ നൽകുന്ന മുഖസ്തുതി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അതൊരു കൈക്കൂലിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ മുഖസ്തുതിയിൽ വീണുപോയിരിക്കുന്നു ട്രംപ് എന്നാണ് പറയുന്നത്. US ഇന്ത്യ ബന്ധത്തെ ട്രംപ് മാറ്റിമറിച്ചത് എങ്ങനെയാണെന്നോർത്ത അന്തം വിട്ടു പോവുകയാണ് അമേരിക്ക എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറയുന്ന ബന്ധം കാരണം, അതായത് ഈ ശരിയല്ലാത്ത ബന്ധം എന്ന് നമ്മൾ പറയുന്നത് പോലെ അമേരിക്കയും പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം അവർ ചേർന്ന് പോകുന്നിടത്തോളം കാലം അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കൂടി ഈ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് പറയുന്നത്? വരും ദശകങ്ങളിൽ, വരുന്ന കാലഘട്ടങ്ങളിൽ മുഴുവനും US കുത്തനെ കനത്ത തന്ത്രപരമായിട്ടുള്ള സാമ്പത്തിക വ്യാപാര കമ്മിയിലേക്ക് പോകുന്നു എന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അത് വളരെ വിനാശകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. ഇപ്പൊ തന്നെ അമേരിക്ക ഒരു ഷട്ട് ഡൗൺ കഴിഞ്ഞ് തുറന്നതേ ഉള്ളൂ.
പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇനിയും വരാൻ പോകുന്ന കാലഘട്ടം ഇത്രത്തോളം ഇതിനേക്കാൾ വിനാശകാരിയായിട്ടുള്ള ഒന്നാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. വാഷിങ്ടൺ എണ്ണ വാങ്ങുന്നുണ്ട്. എവിടെ നിന്ന്? റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നുണ്ട്. അത് പുടിൻ വന്നപ്പോൾ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ വാഷിങ്ടൺ എണ്ണ വാങ്ങുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ കുറ്റപ്പെടുത്താനും താരിഫ് ഏർപ്പെടുത്താനും പോകുന്നത്? അത് ശരിയായ രീതിയല്ല, ബന്ധങ്ങളെ വഷളാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഇന്ത്യക്കാരുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കാനാണ് ഇന്ത്യക്കാർ മോദിയെ തിരഞ്ഞെടുത്തത്. അത് ഈ മണ്ടൻ പ്രസിഡന്റിന് മനസ്സിലാകുന്നില്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഇത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് തുടർന്നാണ് ഇന്ത്യക്ക് 50% താരിഫ് ഏർപ്പെടുത്തിയത്. അപ്പോൾ വാഷിങ്ടൺ വാങ്ങുന്നില്ലേ എന്ന് അദ്ദേഹം കൂടെ ചേർത്ത് ചോദിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, ഇന്ത്യയുമായിട്ട് എന്തുകൊണ്ട് സൗഹൃദം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുകൂടി പറയുകയാണ്. ഏറ്റവും വലിയ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടെ ജനസംഖ്യ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധവും. കാരണം നമ്മുടെ ഇത്രയും മനുഷ്യ വിഭവശേഷി തന്നെയാണ് എല്ലാ ലോകരാജ്യങ്ങളെയും നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. ബുദ്ധിവൈഭവം കൂടുതലുള്ള, വാങ്ങൽ ശേഷി കൂടുതലുള്ള രാജ്യം. അങ്ങനെ പോവുകയാണ് ഇന്ത്യയുടെ ഈ ജനസംഖ്യ മൂലം ഇന്ത്യക്കുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹം അതായത് US-ന്റെ മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുകയാണ്, വരുന്ന കാലയളവിൽ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറുമെന്ന് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ഡയലോഗ് അടിക്കാതെ, അത് നമ്മൾ പറയില്ലേ, കൂടുതൽ ഡയലോഗ് അടിക്കാതെ US ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം നൽകുകയാണ് വേണ്ടത്. എന്തിനാണ് ആ ഇന്ധനം നൽകണമെന്ന് പറയുന്നത്? കൃത്യമായും ആ ബന്ധം കാത്തു സൂക്ഷിക്കാനും ആ വ്യാപാര ബന്ധത്തിലൂടെ ആ തകർന്നു പോകുന്ന ബന്ധം ഊട്ടിയുറപ്പിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി ഇതിനൊന്നും അമേരിക്കൻ പ്രസിഡന്റിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങളൊന്ന് വായടച്ചു വെക്കുക. ഞങ്ങളത് തിരഞ്ഞെടുത്തു പോയി, ഞങ്ങളുടെ തലവേദനയാണ് നിങ്ങൾ, അതുകൊണ്ട് വായടച്ചു വെക്കൂ എന്നാണ് പറയുന്നത്. ഇത്രത്തോളം ഈ ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. പുടിൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഒപ്പുവെച്ചത് ഏതാണ്ട് 8ഓളം കരാറുകളിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ മറ്റൊന്ന്, പുതിയൊരു ഒരു ലോകക്രമം അവിടെ രൂപപ്പെടുന്നുണ്ട്. ഇന്ത്യൻ മണ്ണിൽ വന്ന് നിന്നുകൊണ്ട് പറയുകയാണ് പുടിൻ, താലിബാനെ അംഗീകരിച്ച ആദ്യത്തെ രാജ്യം റഷ്യയാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. റഷ്യ വീണ്ടും അഫ്ഗാനിസ്ഥാനെ ചേർത്ത് നിർത്തുന്നു. എന്നാൽ ഞങ്ങളുടെ നിലപാട് തീവ്രവാദത്തിനെതിരെ തന്നെയാണ് എന്നുകൂടി റഷ്യ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എണ്ണ വിതരണമാണ്. ഇന്ത്യക്ക് എണ്ണ റൂട്ട് മാറ്റി കൊണ്ടുവരാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, റുപ്പിയും ഉപയോഗിച്ച് കച്ചവടം നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. റുപ്പിയും ഉപയോഗിച്ച് വിനിമയത്തിലൂടെ കച്ചവടം നടത്തുമ്പോൾ സ്വാഭാവികമായും ഡോളറിന് മങ്ങലേൽക്കും. ആ ഡോളറിന് മങ്ങലേൽക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഒന്നുകൂടെ തകർന്നടിയാൻ പോകുന്ന ഒരു കാര്യമാണ്. പുതിയ 2 എണ്ണ റൂട്ടുകൾ കൂടി വരുന്നുണ്ട്. വ്ലാഡിവിസ്റ്റോക്കിൽ നിന്ന് ചെന്നൈ, ബനാറസ് വഴി മുംബൈയിൽ എത്തിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ നിലപാട് മാറുന്നതും ഏഷ്യയിലെ ശക്തി മാറ്റങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ബ്രിക്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ, കരുത്തുറ്റ രാജ്യങ്ങളുടെ മുന്നോട്ടുള്ള കുതിപ്പ് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അമേരിക്ക എന്ന് പറയുന്നത് പിന്തള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് കൂടി പോകുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയും റഷ്യയും ഡോളറിന് ഉള്ള വിനിമയം, അതായത് കച്ചവടം കുറച്ച് റൂബിളിലും കച്ചവടം നടത്തുമ്പോൾ ഡോളർ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ താഴ്ന്നു പോകുമ്പോൾ ഇന്ത്യൻ രൂപയുടെ കുതിപ്പിന് അത് കാരണമാകും എന്ന് കൂടി പറയുന്നുണ്ട്. മാത്രമല്ല പുടിൻ പറയുന്നു, ഇന്ത്യ വിശ്വസ്തമായിട്ടുള്ള പങ്കാളി ആണ് എന്ന് പറയുന്നു. മോഡി പുടിൻ്റെ ഹീറോയാണെന്ന് കൂടി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്.
ഈ അമേരിക്കയുടെ നിലപാട് എന്ന് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ എണ്ണ വാങ്ങൽ നിർത്താനായിട്ട് സമ്മർദ്ദം ചെലുത്തി എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിലും ഇന്ത്യ 2026 വരെയുള്ള ഡോളർ നൽകിയിട്ടുള്ളതായിട്ടും പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പുടിൻ ഇന്ത്യക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു, എണ്ണ കൃത്യമായി എത്തിക്കും, അതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് വ്യക്തമാകുന്നത് ഈ ഒരു ശക്തി കേന്ദ്രം രൂപപ്പെട്ടു വരുന്നതിൻ്റെ കാരണങ്ങളാണ്. ഈ ശക്തി കേന്ദ്രം രൂപപ്പെട്ടു വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മൈക്കൽ റൂബിൻ എന്ന് പറയുന്ന പെന്റഗൺ ഉദ്യോഗസ്ഥൻ എന്താണോ ഉദ്ദേശിച്ചത്, അതായത് അമേരിക്കയുടെ പടുകുഴിയിലേക്കുള്ള പോക്ക് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിന് ഒരു കാരണമായി മാറാനായിട്ട് US-ഉം പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ചേരിക്ക് സാധിച്ചു. മറ്റു ചേരി, ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുടെ ചേരി ശക്തി പ്രാപിക്കുകയും ചെയ്തു. നിങ്ങൾ ഇനി മുച്ചൂട് മുടിച്ചുകൊണ്ടാണ് ഈ പ്രസിഡന്റ് കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് കൂടി ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതാണ്. പുടിൻ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന കുതിപ്പ് മറ്റു രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കയെ എങ്ങനെ ഭയപ്പെടുത്തുന്നു എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണം ആവശ്യമാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക.